iPlusന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ GTയുടെ ഓവർസിയർ ഗ്രേഡ് 1 എക്സാംസ് റിലേറ്റ് ചെയ്ത കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ ബാക്കി ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വേഗം തന്നെ വീഡിയോയിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, coefficient of permeability of soil. Option does not depend upon temperature, increases with increase in temperature, increases with decrease in temperature, none of the above. അപ്പം coefficient of permeabilityയും ടെമ്പറേച്ചറും തമ്മിലുള്ള റിലേഷൻ ആണ് ചോദിച്ചേക്കുന്നത്. നമുക്കറിയാം കോഎഫിഷ്യന്റ് ഓഫ് പെർമിയബിലിറ്റിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സിനെ റിലേറ്റ് ചെയ്തിട്ട് കോസ്നി-കർമൻ എന്ന് പറഞ്ഞ ഒരു ഇക്വേഷൻ ഉണ്ട്. ആ ഇക്വേഷനെ റിലേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ പെർമിയബിലിറ്റിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് പറയുന്നത്. അപ്പം ആ ഇക്വേഷൻ വെച്ചിട്ട് കോഎഫിഷ്യന്റ് ഓഫ് പെർമിയബിലിറ്റി കെ എന്ന് പറയുന്നത് സി ഇൻറ്റു d10² ഇൻറ്റു ഇ ക്യൂബ് ബൈ 1 പ്ലസ് ഇ ഇൻറ്റു ഗാമ ഡബ്ല്യു ഡിവൈഡഡ് ബൈ മ്യൂ. ഇതാണ് കോസ്നി-കർമൻ ഇക്വേഷൻ. ഇതിനകത്ത് ഓരോ ഫാക്ടേഴ്സും എങ്ങനെയാണ് കോഎഫിഷ്യന്റ് ഓഫ് പെർമിയബിലിറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതെന്ന് പറയുന്നുണ്ട്. അപ്പം നമ്മളോട് ഇവിടെ ചോദിച്ചിരിക്കുന്ന ടെമ്പറേച്ചറുമായിട്ടുള്ള റിലേഷൻ ആണ്. ടെമ്പറേച്ചറുമായിട്ടുള്ള റിലേഷൻ പറയാനായിട്ട് നമുക്ക് ഇതെടുക്കാം. കെ എന്ന് പറയുന്നത് ഗാമ ഡബ്ല്യു ഡിവൈഡഡ് ബൈ മ്യൂ. ഗാമ ഡബ്ല്യു എന്ന് പറഞ്ഞാൽ എന്താണ്? യൂണിറ്റ് വെയിറ്റ് ഓഫ് ദ വാട്ടറും വിസ്കോസിറ്റി തമ്മിലുള്ള റിലേഷൻ ആണ്. കെ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഗാമ ഡബ്ല്യു ഡിവൈഡ് ബൈ മ്യൂ ആണ്. അപ്പം മ്യൂവും കെയും കൂടെ, അതായത് വിസ്കോസിറ്റിയും പെർമിയബിലിറ്റിയും കൂടെ എങ്ങനെയാണ് റിലേറ്റ് ചെയ്തേക്കുന്നതെന്ന് നോക്കാം. വിസ്കോസിറ്റി കുറയുമ്പോഴത്തേക്കും എന്താണ്? പെർമിയബിലിറ്റി കൂടുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം നമുക്ക് വിസ്കോസിറ്റിയും ടെമ്പറേച്ചറും തമ്മിലുള്ള റിലേഷൻ നോക്കാം. വിസ്കോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? റെസിസ്റ്റൻസ് ടു ഫ്ലോ ആണ്. ടെമ്പറേച്ചർ കൂടുമ്പോഴത്തേക്കും നല്ല രീതിയിൽ ഒഴുക്ക് നടക്കും, അതായത് റെസിസ്റ്റൻസ് ടു ഫ്ലോ കുറയുന്നു. ടെമ്പറേച്ചർ കൂടുമ്പം എന്താണ്? വിസ്കോസിറ്റി എന്ന് പറയുന്നത്, മ്യൂ എന്ന് പറയുന്നത് കുറയുവാണ്. അതായത് വിസ്കോസിറ്റിയും ടെമ്പറേച്ചറും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. ടി എന്ന് പറയുന്നത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു മ്യൂ ആണ് വരുന്നത്. മ്യൂ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു കെ ആണ്. അപ്പൊ എന്താണ്? ടെമ്പറേച്ചറും പെർമിയബിലിറ്റിയും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. ഓക്കെ, മനസ്സിലായോ? ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട് പെർമിയബിലിറ്റി എന്ന് പറയുന്നത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു മ്യൂ ആണ്, വിസ്കോസിറ്റി ആണ്. വിസ്കോസിറ്റി കുറയുമ്പം എന്താണ്? പെർമിയബിലിറ്റി കൂടും. പെർമിയബിലിറ്റിയും ടെമ്പറേച്ചറും തമ്മിലുള്ള റിലേഷൻ എന്താണ്? പെർമിയബിലിറ്റിയും ടെമ്പറേച്ചറും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. അതായത് ടെമ്പറേച്ചർ കൂടുമ്പോൾ വിസ്കോസിറ്റിയും ടെമ്പറേച്ചറും തമ്മിലുള്ള റിലേഷൻ എന്താണ്? വിസ്കോസിറ്റി കൂടുമ്പോൾ ടെമ്പറേച്ചർ കുറയുന്നു, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. അപ്പം എങ്ങനെയാണ്? ഇതിൽ നിന്നും നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം? ടെമ്പറേച്ചറും കോഎഫിഷ്യന്റ് ഓഫ് പെർമിയബിലിറ്റി എന്താണ്? ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. അപ്പം ഈ ക്വസ്റ്റ്യന്റെ ആൻസർ എന്താണ്? കോഎഫിഷ്യന്റ് ഓഫ് പെർമിയബിലിറ്റി ഓഫ് സോയിൽ ഇൻക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ. ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, a flow net can be used for which of the following purpose? Option A, determination of seepage flow. Option B, determination of seepage pressure. Option C, determination of hydrostatic pressure. Option D, all of the above. അപ്പം ഫ്ലോ നെറ്റിൽ നിന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. എന്താണ് ഫ്ലോ നെറ്റ് എന്ന് പറയുന്നത്? നമ്മുടെ ഇക്വിപൊട്ടൻഷ്യൽ ലൈൻസും ഫ്ലോ ലൈൻസും കൂടി ചേർന്ന് ഉള്ളതാണ് ഫ്ലോ നെറ്റ് എന്ന് പറയുന്നത്. ഫ്ലോ നെറ്റിന് കുറേ ആപ്ലിക്കേഷൻസ് ഉണ്ട്. എന്തൊക്കെയാണ്? ഡിസ്ചാർജ് കണ്ടുപിടിക്കാൻ, അതുപോലെ സീപ്പേജ് പ്രഷർ, ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ, ഇതെല്ലാം കണ്ടുപിടിക്കാനായിട്ടാണ് നമ്മൾ എന്തുപയോഗിക്കുന്നത്? ഫ്ലോ നെറ്റ് ഉപയോഗിക്കുന്നത്. അപ്പം ഈ പറഞ്ഞേക്കുന്ന ഓപ്ഷൻസ് എല്ലാം എന്താണ്? ഫ്ലോ നെറ്റിന്റെ ആപ്ലിക്കേഷൻ ആണ്. ഫ്ലോ നെറ്റ് നമുക്ക് എന്തിനൊക്കെ ഉപയോഗിക്കാൻ പറ്റും? സീപ്പേജ് ഫ്ലോ കണ്ടുപിടിക്കാൻ, സീപ്പേജ് പ്രഷർ കണ്ടുപിടിക്കാൻ, ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ കണ്ടുപിടിക്കാനൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. നമ്മൾ പറഞ്ഞല്ലോ എന്താണ്? ഇക്വിപൊട്ടൻഷ്യൽ ലൈനും ഫ്ലോ ലൈനും കൂടെ പറയാം. ഇക്വിപൊട്ടൻഷ്യൽ ലൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ടോട്ടൽ ഹെഡ്, ഈക്വൽ ടോട്ടൽ ഹെഡിലുള്ള പോയിന്റ്സിനെ തമ്മിൽ കണക്ട് ചെയ്യുന്ന ലൈനാണ് ഇക്വിപൊട്ടൻഷ്യൽ ലൈൻ എന്ന് പറയുന്നത്. അതുപോലെ ഫ്ലോ ലൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ പാത്ത്, ഫ്ലോയ്, ലിക്വിഡിന്റെ ഫ്ലോ ഫോളോ ചെയ്യുന്ന ഒരു പാത്തിനെയാണ് നമ്മൾ ഫ്ലോ ലൈൻ എന്ന് പറയുന്നത്. ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്യുന്നതാണ് ഫ്ലോ നെറ്റ് എന്ന് പറയുന്നത്. ഇതിനകത്ത് ഈ ഫ്ലോ നെറ്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഈ പ്രഷർ ഡിസ്ചാർജ്, സീപ്പേജ് ഡിസ്ചാർജ് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. ക്യൂ എന്ന് പറയുന്നത് എന്താണ്? കെ ഇൻറ്റു എച്ച് ഇൻറ്റു NF/ND എന്ന് പറയുന്ന ഇക്വേഷൻ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, ഇതൊന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, അപ്പൊ ഈ ക്വസ്റ്റ്യൻ ആൻസർ എന്താണ്? ഫ്ലോ നെറ്റ് എന്തിനൊക്കെ യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇതെല്ലാം ഓൾ ഓഫ് ദി എബോവ് ആണ് ആൻസർ വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, consolidation of soil is option A, reduction of volume due to removal of air voids. Option B, reduction of volume due to mechanical rearrangement. Option C, reduction of volume due to chemical reaction. Option D, reduction of volume due to removal of water. അപ്പോൾ നമുക്കറിയാം കൺസോളിഡേഷനും ഉണ്ട് കോമ്പാക്ഷനും ഉണ്ട്. ഇതിനകത്ത് രണ്ടിനകത്തും നമ്മൾ
വാട്ടറിനെയും എയറിനെയും റിമൂവ് ചെയ്തിട്ട് വോളിയം ഡിക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഈ എന്താണ് റിമൂവ് ചെയ്യുന്നത്, അതായത് ഇപ്പൊ കൺസോൾട്ടേഷനകത്ത് ഏതാണ് റിമൂവ് ചെയ്യുന്നത്, കോമ്പാക്ഷനകത്ത് ഏതാണ് റിമൂവ് ചെയ്യുന്നത് എന്നുള്ളത് മാറിപ്പോരുത്. കൺസോൾട്ടേഷൻ ആണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. കൺസോൾട്ടേഷനകത്ത് നമ്മൾ എന്താണ് റിമൂവ് ചെയ്യുന്നത്, വാട്ടറിനെയാണ് റിമൂവ് ചെയ്യുന്നത്. കോമ്പാക്ഷനകത്ത് എന്താണ് റിമൂവ് ചെയ്യുന്നത്, എയറിനെയാണ് റിമൂവ് ചെയ്യുന്നത്. അപ്പം അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. എന്താണ് കൺസോൾട്ടേഷൻ ഓഫ് സോയിൽ എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്കറിയാം എന്താണ് വോളിയം ഡിക്രീസ് ചെയ്യുവാണ്, അതറിയാം നമുക്ക് അല്ലെ. റിഡക്ഷൻ ഓഫ് വോളിയം ആണ് 4 ഓപ്ഷനിലും കൊടുത്തേക്കുന്നത്. പിന്നെ എന്താണ് റിമൂവ് ചെയ്യുന്നതെന്നുള്ളതാണ്, എയർ ആണോ അല്ലെങ്കിൽ മെക്കാനിക്കൽ റീഅറേഞ്ച്മെന്റ് ആണോ കെമിക്കൽ റിയാക്ഷൻ ആണോ വാട്ടർ ആണോ എന്നുള്ളതാണ്. അപ്പം നമ്മൾ പറഞ്ഞു കൺസോൾട്ടേഷൻ ഓഫ് സോയിലിനകത്ത് നമ്മൾ വോളിയം റെഡ്യൂസ് ചെയ്യുന്നത് എങ്ങനെയാണ്, വാട്ടറിനെ റിമൂവ് ചെയ്തിട്ടാണ്. ഈ കൺസോൾട്ടേഷൻ തന്നെ 3 രീതിയിലുണ്ട്. അതായത് ഇനിഷ്യൽ കൺസോൾട്ടേഷൻ ഉണ്ട്, പ്രൈമറി കൺസോൾട്ടേഷൻ ഉണ്ട്, സെക്കൻഡറി കൺസോൾട്ടേഷൻ ഉണ്ട്. ഇനിഷ്യൽ കൺസോൾട്ടേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, കോമ്പാക്ഷൻ തന്നെയാണ്. അതായത് അവിടെ നമ്മൾ വോളിയം റെഡ്യൂസ് ചെയ്യുന്നത് എയറിനെ റിമൂവ് ചെയ്തിട്ടാണ്. രണ്ടാമത്തത് പ്രൈമറി കൺസോൾട്ടേഷൻ. പ്രൈമറി കൺസോൾട്ടേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, അവിടെ നമ്മൾ വാട്ടറിനെയാണ് റിമൂവ് ചെയ്യുന്നത്. വാട്ടറിനെ റിമൂവ് ചെയ്തിട്ട് വോളിയം റെഡ്യൂസ് ചെയ്യുന്നതാണ് പ്രൈമറി കൺസോൾട്ടേഷൻ. സെക്കൻഡറി കൺസോൾട്ടേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, അവിടെ പാർട്ടിക്കിൾസിന്റെ റീഅറേഞ്ച്മെന്റ് കാരണമാണ് വോളിയം റിഡക്ഷൻ ഉണ്ടാവുന്നത്. ജസ്റ്റ് ഓർത്ത് വെച്ചിരുന്നാൽ മതി. കോമ്പാക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്കും അവിടെ എന്താണ്, നമ്മൾ പെട്ടെന്നൊരു ലോഡ് കൊടുത്തിട്ട് എന്താണ് പെട്ടെന്ന് തന്നെ നമ്മുടെ വോളിയം റെഡ്യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ കൺസോൾട്ടേഷൻ എന്ന് പറയുന്നത് ഒരു ലോങ് ടേം പ്രോസസ് ആണ്. അതിനകത്ത് സ്റ്റാറ്റിക് ആയിട്ട് നമ്മൾ ലോഡ് കൊടുത്തിട്ട് വാട്ടറിനെ റിമൂവ് ചെയ്തിട്ടാണ് നമ്മൾ അവിടെ വോളിയം റെഡ്യൂസ് ചെയ്യുന്നത്. ഈ കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിൽ വെച്ചേക്കുക. പ്രത്യേകിച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ടത് കോമ്പാക്ഷനും കൺസോൾട്ടേഷനും തമ്മിലുള്ള ഡിഫറൻസ് ആണ്, എങ്ങനെയാണ് വോളിയം റിഡക്ഷൻ നടക്കുന്നത് എന്നുള്ളത്. ഓക്കെ, ഇപ്പൊ ഇവിടെ കോമ്പാക്ഷൻ ആയിരുന്നെങ്കിൽ എന്തായിരുന്നു, റിഡക്ഷൻ ഓഫ് വോളിയം ഡ്യൂ ടു റിമൂവൽ ഓഫ് എയർ വോയിഡ്സ് ആയിരുന്നു ആൻസർ ആയിട്ട് വരേണ്ടത്. കൺസോൾട്ടേഷൻ ആയതുകൊണ്ട് റിമൂവൽ ഓഫ് വാട്ടർ ആണ് വന്നത്. അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. വാട്ട് ഈസ് ഒപ്റ്റിമം മോയ്സ്ചർ കണ്ടന്റ് OMC? Water content at which maximum dry density is developed by compaction, water content at which maximum volume is developed, water content at which minimum porosity is developed, water content at which maximum shear strength is developed. അപ്പം നമ്മുടെ കോമ്പാക്ഷൻ കർവ് വെച്ച് നമ്മൾ കണ്ടുപിടിക്കുന്നതാണ് ഒപ്റ്റിമം മോയ്സ്ചർ കണ്ടന്റ് എന്ന് പറയുന്നത്. അപ്പം എന്താണ് OMC, ഒപ്റ്റിമം മോയ്സ്ചർ കണ്ടന്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് കോമ്പാക്ഷൻ കർവ് ഒന്ന് വരച്ചു നോക്കാം. ഓക്കെ, ഇതാണ് കോമ്പാക്ഷൻ കർവ്. കോമ്പാക്ഷൻ കർവിനകത്ത് എന്താണ്, വാട്ടർ കണ്ടന്റ് ആണ് നമ്മൾ എക്സ് ആക്സിസിൽ വരയ്ക്കുന്നത്, ഡ്രൈ ഡെൻസിറ്റി ആണ് വൈ ആക്സിസിൽ വരയ്ക്കുന്നത്. അപ്പോൾ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് കിട്ടുന്ന കർവാണ് എന്തെന്ന് പറയുന്നത് കോമ്പാക്ഷൻ കർവ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു സോയിൽ സാമ്പിൾ എടുത്തിട്ട് അതിനകത്ത് ആദ്യം നമ്മൾ വാട്ടർ ആഡ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ വോളിയം റെഡ്യൂസ് ചെയ്തിട്ട് ഡ്രൈ ഡെൻസിറ്റി ഇൻക്രീസ് ചെയ്യാൻ തുടങ്ങും. എങ്ങനെയാണ്, ആദ്യം നമ്മൾ വാട്ടർ ആഡ് ചെയ്യുമ്പോഴത്തേക്കും ആ വാട്ടർ ഒരു ലൂബ്രിക്കൻ്റ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അങ്ങനെ ആക്ട് ചെയ്തിട്ട് ആ സോയിൽ പാർട്ടിക്കിൾസ് എന്ത് ചെയ്യും, ആ പോഴ്സിനകത്തേക്ക് ആ വോയിഡ്സിനകത്തേക്ക് വന്ന് വീണ് അതിൻ്റെ വോളിയം റെഡ്യൂസ് ചെയ്ത് ഡ്രൈ ഡെൻസിറ്റി ഇൻക്രീസ് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ ഡ്രൈ ഡെൻസിറ്റി ഇൻക്രീസ് ചെയ്ത് ഒരു പർട്ടിക്കുലർ വാട്ടർ കണ്ടന്റ് എത്തുമ്പോഴത്തേക്കും നമുക്ക് എന്ത് കിട്ടും, മാക്സിമം ഒരു ഡ്രൈ ഡെൻസിറ്റി കിട്ടും. ഓക്കെ, ആ ഒരു വാട്ടർ കണ്ടന്റിനെയാണ് നമ്മൾ ഒപ്റ്റിമം മോയ്സ്ചർ കണ്ടന്റ് എന്ന് പറയുന്നത്. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡ്രൈ ഡെൻസിറ്റി ആണ് മാക്സിമം, ഗാമ-D മാക്സിമം എന്ന് പറയുന്നത്, മാക്സിമം ഡ്രൈ ഡെൻസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അത് കഴിഞ്ഞ് പിന്നെയും നമ്മൾ വാട്ടർ കണ്ടന്റ് ആഡ് ചെയ്യുമ്പോൾ എന്ത് പറ്റും, ഈ വാട്ടർ കണ്ടന്റ് ലെവൽ കൂടിയിട്ട് എന്ത് ചെയ്യും, ആ വോയിഡ്സിനകത്തേക്ക് വാട്ടർ വന്ന് നിറയാനായിട്ട് തുടങ്ങും. അന്നേരം എന്ത് പറ്റും, സോയിലിൻ്റെ വോളിയം ഇൻക്രീസ് ചെയ്യുമ്പോഴത്തേക്കും ഡ്രൈ ഡെൻസിറ്റി കുറയാനായിട്ട് തുടങ്ങും. അപ്പം ഈ മാക്സിമം ഡ്രൈ ഡെൻസിറ്റിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മോയ്സ്ചർ കണ്ടന്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഒപ്റ്റിമം മോയ്സ്ചർ കണ്ടന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു, വാട്ട് ഈസ് ഒപ്റ്റിമം മോയ്സ്ചർ കണ്ടന്റ് എന്നുള്ളതാണ്. അപ്പം എന്താണ്, ഷിയർ സ്ട്രെങ്തിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളതാണോ, അല്ല. നമ്മുടെ വാട്ടർ കണ്ടന്റ് അറ്റ് വിച്ച് മാക്സിമം ഡ്രൈ ഡെൻസിറ്റി ഈസ് ഡെവലപ്പ് ബൈ കോമ്പാക്ഷൻ ചെയ്യുന്ന സമയത്ത് മാക്സിമം ഡ്രൈ ഡെൻസിറ്റി ഡെവലപ്പ് ചെയ്യുന്ന വാട്ടർ കണ്ടന്റ് ആണ് എന്തെന്ന് പറയുന്നത്, ഒപ്റ്റിമം മോയ്സ്ചർ കണ്ടന്റ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നെഗറ്റീവ് സ്കിൻ ഫ്രിക്ഷൻ ഓൺ എ പൈൽ അണ്ടർ വെർട്ടിക്കൽ കംപ്രസീവ് ലോഡ് ആക്ട്സ് downward and increases the load carrying capacity of the pile, downward and reduces the load carrying capacity of the pile, upward and increase the load carrying capacity of the pile, downward and maintain the same load carrying capacity of the pile. അപ്പം എന്താണ്, ഒരു പൈലിനെ നമ്മളൊരു എന്താണ് വെർട്ടിക്കൽ കംപ്രസീവ് ലോഡ് ആക്ട് ചെയ്യുമ്പോഴത്തേക്കും അതിനകത്തെ നെഗറ്റീവ് സ്കിൻ ഫ്രിക്ഷൻ കാരണം എന്താണ് സംഭവിക്കുന്നത്, നെഗറ്റീവ് സ്കിൻ ഫ്രിക്ഷൻ ഉണ്ടാകുമ്പോഴത്തേക്കും എന്ത് പറ്റും, ആ ഒരു പൈലിൻ്റെ ലോഡ് ക്യാരിങ് കപ്പാസിറ്റിയും കുറയും. അത് എങ്ങോട്ടേക്കായിരിക്കും ആക്ട് ചെയ്യുന്നത്,
ഡൗൺവേർഡ് ആയിട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നെഗറ്റീവ് സ്കിൻ ഫ്രിക്ഷൻ കാരണം എന്താണ് ലോഡ് ക്യാരിങ് കപ്പാസിറ്റി ഓഫ് ദ പൈൽ റെഡ്യൂസ് ചെയ്യുന്നു, ആക്ട് ചെയ്യുന്നത് ഡൗൺവേർഡ് ആയിരിക്കും. എന്താ പറ്റുന്നത്, നമ്മളൊരു പൈല് എന്താണ് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം അതിൻ്റെ സറൗണ്ടിങ് ആയിട്ടുള്ള സോയില് എന്താണ് ആ പൈലിനേക്കാൾ കൂടുതലായിട്ട് താഴേക്ക് ഒരു ഡ്രാഗ് ഉണ്ടാവുകയാണെങ്കിൽ അവിടെ ഉണ്ടാവുന്നതാണ് നെഗറ്റീവ് സ്കിൻ ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. ഒരു ഡ്രാഗ് ഫോഴ്സ് എന്ന് തന്നെ പറയാം നമുക്കതിനെ. ക്ലേയ്ക്കകത്തും സാൻഡിനകത്തും ഒക്കെയാണ് ഇത് കൂടുതലായിട്ട് സംഭവിക്കുന്നത്. അപ്പം അങ്ങനെ നെഗറ്റീവ് സ്കിൻ ഫ്രിക്ഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ ആ പൈലിൻ്റെ ലോഡ് ക്യാരിങ് കപ്പാസിറ്റി കുറയുകയും ചെയ്യുന്നുണ്ട്. അതൊരു താഴേക്ക് ആക്ട് ചെയ്യുന്നൊരു ഡ്രാഗ് ഫോഴ്സ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഡെപ്ത് ഓഫ് ഫൗണ്ടേഷൻ ഫോർ എനി സ്ട്രക്ചർ ഇസ് ഡിറ്റർമൈൻഡ് ബൈ. ഫൗണ്ടേഷൻ എന്നൊരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് അറിയാം, ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. ഈ ക്വസ്റ്റ്യനും അതായത് ഈ എന്താണ് ഫോർമുല ഏതാണ്, ആ ഫോർമുല തന്നിട്ട് ഇത് എന്ത് കണ്ടുപിടിക്കാനുള്ളതാണ്, അങ്ങനെ പല രീതിയിൽ ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഇപ്പം ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഒരു സ്ട്രക്ചറിൻ്റെ ഡെപ്ത് ഓഫ് ഫൗണ്ടേഷൻ കണ്ടുപിടിക്കാനുള്ള ഫോർമുല ഏതാണെന്നാണ്. ഓപ്ഷൻസ്: റേസൻസ് ഫോർമുല, റെനോൾഡ്സ് ഫോർമുല, റൂസ്വെൽറ്റ് ഫോർമുല, റാങ്കിൻസ് ഫോർമുല. നമുക്കറിയാം മിനിമം ഡെപ്ത് ഓഫ് ഫൗണ്ടേഷൻ കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന ഇക്വേഷൻ ഏതാണ്? റാങ്കിൻസ് ഫോർമുലയാണ്. ഇക്വേഷനും കൂടെ നോക്കാം. ഇക്വേഷനും പല പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. ഡി മിനിമം എന്ന് പറയുന്നത് Q by gamma into 1 minus sin phi by 1 plus sin phi the whole square. Okay. അപ്പം ഡി മിനിമത്തിൻ്റെ ഇക്വേഷൻ ഇതാണ്. ഇതിനകത്ത് ക്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? ഗ്രോസ് പ്രഷറാണ്. ആ ഫൗണ്ടേഷൻ്റെ ബേസിൽ ആക്ട് ചെയ്യുന്ന ഗ്രോസ് പ്രഷറാണ്. ഗാമ എന്ന് പറഞ്ഞാൽ യൂണിറ്റ് വെയിറ്റ് ഓഫ് ദ സോയിലാണ്. ഫൈ എന്ന് പറഞ്ഞാൽ എന്താണ്? ആംഗിൾ ഓഫ് ഇന്റേണൽ ഫ്രിക്ഷൻ ആണ്. ഈ ഇക്വേഷനും ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. ഏത് ഫോർമുലയാണ്? റാങ്കിൻസ് ഫോർമുലയാണ്. എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഒരു ഫൗണ്ടേഷൻ്റെ മിനിമം ഡെപ്ത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. Next question, the functional equation for specific gravity G, water content W, void ratio E and degree of saturation SR is. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓരോ ടേംസിൻ്റെയും നൊട്ടേഷൻസ് നോട്ട് ചെയ്യണം. അതായത് പല ഇക്വേഷൻസ് ഫോർമുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും പ്രോബ്ലംസ് വരുമ്പോൾ ചെയ്യാൻ വേണ്ടിയിട്ടുമാണെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. അപ്പോൾ അത് റിലേറ്റ് ചെയ്തൊരു ക്വസ്റ്റ്യൻ ആണിത്. എന്താണ്? സ്പെസിഫിക് ഗ്രാവിറ്റി G, സ്പെസിഫിക് ഗ്രാവിറ്റി G, വാട്ടർ കണ്ടന്റ് W, വോയിഡ് റേഷ്യോ E, അതുപോലെ എന്താണ്? ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ SR. നമ്മൾ എസ് എന്നും പറയും, SR ആണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ഇതിനെ കണക്ട് ചെയ്തിട്ടുള്ള റിലേഷൻ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം മെയിൻ ആയിട്ടുള്ള ഒരു ഇക്വേഷൻ ആണ്. എന്താണ്? ഈക്കൊക്കെ പ്രോബ്ലംസ് ഒക്കെ വരാറുണ്ട്. S ഇൻറ്റു ഇ ഇസ് ഈക്വൽ ടു G ഇൻറ്റു W എന്ന് പറയുന്നതാണ് ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പം ഈ ഇക്വേഷൻ ഈ ഒരു രീതിയിൽ അല്ല നമ്മുടെ ഇക്വേഷൻസ് വന്നേക്കുന്നത്. അപ്പം നമുക്ക് നോക്കാം. ഇതിനകത്ത് എന്താണ്? SR ഇസ് ഈക്വൽ ടു എന്താണ്? G ഇൻറ്റു W ബൈ E ആണ്. അപ്പോൾ ഈ ഇക്വേഷൻ ഉണ്ടോ എന്ന് നോക്കാം. ഈ ഇക്വേഷൻ ഉണ്ടല്ലേ? ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. എസ് ഇൻറ്റു ഇ സികൾ G ഇൻറ്റു W എന്നാണ് വന്നേക്കുന്നത്. ഓപ്ഷൻ മാറ്റി കൊടുത്തേക്കുന്നതേ ഉള്ളൂ. എന്താണ്? ഈ ഡിനോമിനേറ്ററിൽ വന്നേക്കുന്നതേ ഉള്ളൂ. SR ഇസ് ഈക്വൽ ടു GW ബൈ E ആണ്. ഇതുപോലെ വേറെ കുറച്ച് ഇക്വേഷൻസും കൂടെ ഉണ്ട്. അതും കൂടെ ഒന്ന് നോട്ട് ചെയ്യണം. നമുക്ക് സോയിലിൻ്റെ യൂണിറ്റ് വെയിറ്റ് കണ്ടുപിടിക്കാനുള്ള ഒരു ഇക്വേഷൻ ഗാമ ഈസ് ഈക്വൽ ടു G പ്ലസ് ES ഡിവൈഡഡ് ബൈ 1 പ്ലസ് E ഇൻറ്റു ഗാമ W. ഇങ്ങനെ ഒരു ഇക്വേഷൻ ഉണ്ട്. ഇത് മെയിനായിട്ടുള്ളൊരു ഇക്വേഷൻ ആണ്. ഇതിൽ നിന്ന് തന്നെ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? സോയിൽ സാച്ചുറേറ്റഡ് എന്താണ് യൂണിറ്റ് വെയിറ്റ് ഓഫ് ദ സോയിലും അതുപോലെ ഡ്രൈ യൂണിറ്റ് വെയിറ്റ് ഓഫ് ദ സോയിലും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അതായത് ഗാമ എസ് എന്ന് പറയുന്നത് സോയിൽ സാച്ചുറേറ്റഡ് ആണെങ്കിൽ എന്തായിരിക്കും? ഈ എസ് എന്ന് പറയുന്നത് 1 ആയിട്ട് മാറും. അപ്പോൾ ഇക്വേഷൻ എന്തായിരിക്കും? G പ്ലസ് E ഡിവൈഡ് ബൈ 1 പ്ലസ് E ഇൻറ്റു ഗാമ W എന്ന് വരും. ഓക്കെ, ഇനി ഡ്രൈ സോയിൽ ആണെങ്കിൽ എന്തായിരിക്കും പറ്റുന്നത്? എസ് എന്ന് പറയുന്നത് 0 ആയിരിക്കും വരുന്നത്. അപ്പം ഗാമ ഡി എന്ന് പറയുന്നത് എന്തായിരിക്കും? G ഗാമ W ഡിവൈഡഡ് ബൈ 1 പ്ലസ് E ആയിരിക്കും വരുന്നത്. പിന്നെ ഈ ഗാമ ഡിക്ക് തന്നെ നമുക്ക് വേറൊരു ഇക്വേഷൻ കൂടെ ഉണ്ട്. ഗാമ ഡി എന്ന് പറയുന്നത് എന്താണ്? ഗാമ ഡിവൈഡ് ബൈ 1 പ്ലസ് W എന്ന് പറയുന്നൊരു ഇക്വേഷനും കൂടെ ഉണ്ട്. ഓക്കെ, പിന്നെ നമുക്ക് ഈ ഒരു ഇക്വേഷനകത്തുനിന്ന് നമുക്ക് ഗാമ ഡിയും ഇയും കൂടെ റിലേറ്റ് ചെയ്തിട്ട് ഒരു ഇക്വേഷൻ എഴുതാൻ പറ്റും അല്ലേ? അതായത് ഗാമ ഡി എന്ന് പറയുന്നത് ഇവിടെ എന്താണ്? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു 1 പ്ലസ് ഇ ആണ്. ഗാമ ഡി ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു 1 പ്ലസ് ഇ ആണ്. അപ്പോൾ എങ്ങനെ എഴുതാം? അപ്പോൾ ഗാമ D1 ആണ് എടുക്കുന്നതെങ്കിൽ ഗാമ D1 ബൈ ഗാമ D2 എന്ന് പറയുന്നത് എന്തായിരിക്കും? 1 പ്ലസ് E2 ബൈ 1 പ്ലസ് E1 ആയിരിക്കും. അതുപോലെ E1ഉം E2ഉം വോളിയം കൂടെ ഉള്ള ഒരു ഇക്വേഷൻ ഉണ്ട്. അതായത് V1
ബൈ V2 എന്ന് പറയുന്നത് എന്തായിരിക്കും 1 + E1 / 1 + E2 ആണ്. പിന്നെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഓൾറെഡി പറഞ്ഞ രണ്ട് ഇക്വേഷൻസ് ഉണ്ടായിരുന്നു അല്ലേ. E = n / 1 - n എന്ന് പറയുന്നൊരു ഇക്വേഷൻ ഉണ്ടായിരുന്നു. അതുപോലെ n = E / 1 + E എന്ന് പറയുന്നൊരു ഇക്വേഷൻ ഉണ്ടായിരുന്നു. ഇത്രയൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള ഇക്വേഷൻസ്. ഇത്രയെങ്കിലും നോട്ട് ചെയ്ത് വെക്കുക. അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. Question number 7. The functional equation for നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത ക്വസ്റ്റൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ ക്വസ്റ്റൻ നമ്പർ 8. Toughness index of a soil is the ratio of Option A, liquidity index to consistency index, shrinkage index to liquidity index, liquidity index to shrinkage index, plasticity index to flow index. അപ്പം ടഫ്നെസ് ഇൻഡെക്സ് എന്തിൻ്റെ റേഷ്യോ ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. കുറേ ഇൻഡെക്സുകൾ ഉണ്ടല്ലേ. ടഫ്നെസ് ഇൻഡെക്സ് ഉണ്ട്, ഫ്ലോ ഇൻഡെക്സ് ഉണ്ട്, പ്ലാസ്റ്റിസിറ്റി ഇൻഡെക്സ് ഉണ്ട്, കൺസിസ്റ്റൻസി ഇൻഡെക്സ്, പിന്നെ ലിക്വിഡിറ്റി ഇൻഡെക്സ്, ഇങ്ങനെ ഒരുപാട് ഇൻഡെക്സുകളുണ്ട്. എല്ലാത്തിൻ്റെയും ഇക്വേഷൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ടഫ്നെസ് ഇൻഡെക്സ് ആണ്. ടഫ്നെസ് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്ലാസ്റ്റിസിറ്റി ഇൻഡെക്സിൻ്റെയും ഫ്ലോ ഇൻഡെക്സിൻ്റെയും റേഷ്യോ ആണ് ടഫ്നെസ് ഇൻഡെക്സ് എന്ന് പറയുന്നത്. ടഫ്നെസ് ഇൻഡെക്സ് എന്താണ് മെഷർ ചെയ്യുന്നത്? ഒരു സോയിലിൻ്റെ ഷിയർ സ്ട്രെങ്ത് ആണ് മെഷർ ചെയ്യുന്നത്. ടഫ്നെസ് ഇൻഡെക്സും ഷിയർ സ്ട്രെങ്തും കൂടെയുള്ള റിലേഷൻ എന്താണ്? ഇത് രണ്ടും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. ഓക്കെ, നമ്മുടെ ടഫ്നെസ് ഇൻഡെക്സ് എന്ന് പറയുന്നത് IT ആണ്. ടഫ്നെസ് ഇൻഡെക്സ് എന്ന് പറയുന്നത് ഷിയർ സ്ട്രെങ്തിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. ഓക്കെ, ഇനി ടഫ്നെസ് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ടഫ്നെസ് ഇൻഡെക്സ് എന്ന് പറയുന്നത് പ്ലാസ്റ്റിസിറ്റി ഇൻഡെക്സ് ബൈ എന്താണ്? പ്ലാസ്റ്റിസിറ്റി ഇൻഡെക്സ് ബൈ ഫ്ലോ ഇൻഡെക്സ് ആണ്. അപ്പോൾ ഈ ടഫ്നെസ് ഇൻഡെക്സും ഫ്ലോ ഇൻഡെക്സും എന്താണ്? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. ടഫ്നെസ് ഇൻഡെക്സ് എന്ന് പറയുന്നത് ഫ്ലോ ഇൻഡെക്സിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. അപ്പോൾ ഫ്ലോ ഇൻഡെക്സും ഷിയർ സ്ട്രെങ്തും കൂടെ റിലേഷൻ എന്തായിരിക്കും? ഫ്ലോ ഇൻഡെക്സ് എന്ന് പറയുന്നത് ഷിയർ സ്ട്രെങ്തിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. ഓക്കെ, ഒരെണ്ണം പഠിച്ചു വയ്ക്കുക. ടഫ്നെസ് ഇൻഡെക്സ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഷിയർ സ്ട്രെങ്ത് ആണ്. ടഫ്നെസ് ഇൻഡെക്സ് എന്ന് പറയുന്നത് ഷിയർ സ്ട്രെങ്ത് മെഷർ ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ മെഷർ ഓഫ് ഷിയർ സ്ട്രെങ്ത് ആണ് ടഫ്നെസ് ഇൻഡെക്സ് തരുന്നത്. ടഫ്നെസ് ഇൻഡെക്സിന്റെ ഇക്വേഷൻ മനസ്സിലാക്കി വയ്ക്കുക. അപ്പോൾ ഇത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണല്ലോ. അതുകൊണ്ട് തന്നെ ഫ്ലോ ഇൻഡെക്സ് എന്ന് പറയുന്നത് ഷിയർ സ്ട്രെങ്തിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. ഇനി പ്ലാസ്റ്റിസിറ്റി ഇൻഡെക്സ് എന്താണ്? ലിക്വിഡ് ലിമിറ്റ് മൈനസ് പ്ലാസ്റ്റിക് ലിമിറ്റ് ചെയ്യുന്നതാണ് പ്ലാസ്റ്റിസിറ്റി ഇൻഡെക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആൻസർ D ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് സോയിൽ ഈസ് ട്രാൻസ്പോർട്ടഡ് ബൈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്? അപ്പം നമുക്കറിയാം എന്താണ്, റെസിജ്വൽ സോയിലുണ്ട്, അതുപോലെ ട്രാൻസ്പോർട്ടഡ് ആയിട്ടുള്ള സോയിലുണ്ട്. അപ്പോൾ ട്രാൻസ്പോർട്ടഡ് സോയിലിനകത്ത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കാരണം ട്രാൻസ്പോർട്ട് ചെയ്യപ്പെടുന്ന സോയിൽ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് ലോവസ്, ടാലസ്, ഡ്രിഫ്റ്റ്, ഡ്യൂൺ സാൻഡ്. അപ്പം ഒരുപാടുണ്ടല്ലേ, ഒരുപാട് ഏജൻസ് ഉണ്ട് സോയിലിനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. ഏതൊക്കെയാണ്? വിൻഡ് ഉണ്ട്, വാട്ടർ ഉണ്ട്, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉണ്ട്, ഗ്ലേഷ്യർ ഡിപ്പോസിറ്റ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഓരോന്നിൻ്റെയും എക്സാമ്പിൾസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോട്ട് ചെയ്ത് വെക്കണം. ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കാരണം എന്താണ് ട്രാൻസ്പോർട്ട് ചെയ്യുന്ന സോയിൽ എന്ന് പറയുന്നത് ഏതാണ്? ടാലസ് ആണ്. ഇനി നമുക്ക് ഏതൊക്കെയാണുള്ളത്? വാട്ടർ ഉണ്ട്, എയർ നോക്കാം. ആദ്യം എയർ അല്ലെങ്കിൽ വിൻഡ് കാരണം ഉള്ളത് ഏതാണെന്ന് നോക്കാം. വിൻഡ് കാരണം ട്രാൻസ്പോർട്ട് ചെയ്യുന്ന സോയിലാണ് എയോളിയൻ സോയിൽ എന്ന് പറയുന്നത്. എയോളിയൻ സോയിൽ എന്ന് പറയുന്നത് അതിന് എക്സാമ്പിൾ ആണ് ലോവസും ഡ്യൂൺ സാൻഡ് എന്ന് പറയുന്നത്. ഈ രണ്ട് ഓപ്ഷൻസും ലോവസ്, ഡ്യൂൺ സാൻഡ് എന്ന് പറയുന്നത് എയർ കാരണം ട്രാൻസ്പോർട്ട് ചെയ്യുന്ന സോയിലാണ്. അതിന് എയോളിയൻ സോയിൽ എന്നാണ് പറയുന്നത്. ഇനി നമ്മൾ വാട്ടറിൻ്റെ കേസ് എടുക്കുവാണെങ്കിൽ നമുക്ക് റിവർ ഉണ്ട്, ലേക്ക് ഉണ്ട്, സീ ഉണ്ട്. ഇതിൻ്റെ മൂന്നിൻ്റെയും എക്സാമ്പിൾസും നോട്ട് ചെയ്ത് വയ്ക്കുക. ഏതാണ്? വാട്ടർ കാരണം എടുക്കുകയാണോ? ആദ്യം നമുക്ക് റിവർ വാട്ടർ എടുക്കാം. റിവർ വാട്ടർ ആണെന്നുണ്ടെങ്കിൽ ആ സോയിലിന് നമ്മൾ പറയുന്നത് എന്താണ്? അലൂവിയൽ സോയിലാണ്. ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ദ സോയിലിന് ഏജന്റ് എന്ന് പറയുന്നത് റിവർ വാട്ടർ ആണെങ്കിൽ ആ സോയിലാണ് അലൂവിയൽ സോയിൽ എന്ന് പറയുന്നത്. അതിൻ്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത് ഏതാണ്? ലോമാണ്. ഓക്കെ, അടുത്തത് എന്താണ്? ലേക്ക് വാട്ടർ ആണ് എങ്കിൽ, ലേക്ക് വാട്ടർ ആണെങ്കിൽ സോയിലിനെയാണ് ലാക്വസ്ട്രെയിൻ സോയിൽ എന്ന് പറയുന്നത്. ലേക്ക് ലാക്വസ്ട്രെയിൻ ഓർത്ത് വയ്ക്കാൻ കുറച്ച് എളുപ്പമുണ്ട്. ലാക്വസ്ട്രെയിൻ സോയിൽ എന്ന് പറയുന്നത് അതിൻ്റെ എക്സാമ്പിള് വാർഡ് ക്ലേ ആണ്. വാർഡ് ക്ലേ ആണ് അതിൻ്റെ എക്സാമ്പിൾ വരുന്നത്. ഇനി അടുത്തത് റിവറായി, ലേക്കായി. അടുത്ത സീ വാട്ടർ ആണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്താണ് പറയുന്നത്? മറൈൻ എന്നാണ് പറയുന്നത്. സീ ആണെങ്കിൽ അതിനെ നമ്മൾ മറൈൻ എന്നാണ് പറയുന്നത്. ഇനി അതിൻ്റെ എക്സാമ്പിൾ വരുന്ന ഏതാണ്? മോൾ. ഓക്കെ,
ഇത്രയാണ് വരുന്നത്. ഇനിയുണ്ട് നമുക്ക് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കാരണം നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കാരണമുള്ള സോയിലിനെ നമ്മൾ എന്താണ് പറയുന്നത്? കൊളൂവിയൽ സോയിൽ എന്നാണ് പറയുന്നത് കേട്ടോ. ഈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കാരണമാണ് സോയിലിന് ട്രാൻസ്പോർട്ടേഷൻ നടക്കുന്നതെങ്കിൽ അതിനെ നമ്മൾ പറയുന്നത് കൊളൂവിയൽ സോയിൽ എന്നാണ്. അതിന് എക്സാമ്പിൾ ഏതാണ്? ടാലസ് ആണ്. പിന്നുള്ളത് ഏതാണ്? ഗ്ലേഷ്യേഴ്സ് കാരണമുള്ളത്. ഗ്ലേഷ്യർ കാരണമുള്ളത് ഏതാണ്? സോയിലിനെ നമ്മൾ പറയുന്നത് ഗ്ലേഷ്യർ സോയിൽ ഡിപ്പോസിറ്റ് എന്നാണ് കേട്ടോ. ഗ്ലേഷ്യർ സോയിൽ ഡിപ്പോസിറ്റ്. ഗ്ലേഷ്യർ സോയിൽ ഡിപ്പോസിറ്റ്. ഇതിന് ഏതൊക്കെയാണ് എക്സാമ്പിൾ വരുന്നത്? ഗ്ലേഷ്യർ സോയിൽ ഡിപ്പോസിറ്റിന് വരുന്ന എക്സാമ്പിൾസ് ആണ് ഡ്രിഫ്റ്റ് ഉണ്ട്, ഔട്ട് വാഷ് ഉണ്ട്, ടില്ലുണ്ട്. ഓക്കെ, ഇത്രയാണ് വരുന്നത്. ഏജൻസ് ഏതൊക്കെയാണെന്ന് നോക്കുക, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സോയിലിൻ്റെ പേരെന്താന്ന് നോക്കുക, അതിൻ്റെ എക്സാമ്പിൾസ് നോക്കുക. പ്രധാനമായിട്ടുള്ള ഏജൻസ് ഏതൊക്കെയാണ്? വാട്ടർ ഉണ്ട്. വാട്ടറിനകത്ത് തന്നെ റിവർ വാട്ടർ ഉണ്ട്, ലേക്ക് വാട്ടർ ഉണ്ട്, സീ വാട്ടർ ഉണ്ട്, പിന്നെ വിൻഡ് ഉണ്ട്. വിൻഡിൻ്റെ എക്സാമ്പിളാണ് ഇവിടെ തന്നിരിക്കുന്നത്, ലോവേഴ്സ് ആൻഡ് ഡ്യൂൺ സാൻഡ്സ് എന്ന് പറയുന്നത്. പിന്നെ ഗ്ലേഷ്യർ ഡിപ്പോസിറ്റുകളുണ്ട്, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉണ്ട്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കാരണം ട്രാൻസ്പോർട്ട് ചെയ്യപ്പെടുന്ന സോയിലിനെയാണ് നമ്മൾ കൊളൂവിയൽ സോയിൽ എന്ന് പറയുന്നത്. ആ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കാരണം ഉള്ള എക്സാമ്പിൾ ആണ് ടാലസ് എന്ന് പറയുന്നത്. പിന്നെ ഗ്ലേഷ്യർ സോയിലിന് എക്സാമ്പിൾ ആണ് ഡ്രിഫ്റ്റ്, ഔട്ട് വാഷ്, ടിൽ എന്ന് പറയുന്നത്. ലേക്ക് വാട്ടർ കാരണമാണ് സോയിൽ ട്രാൻസ്പോർട്ട് ചെയ്യുന്നതെങ്കിൽ അതിനെ ലാക്വസ്ട്രെയിൻ സോയിൽ എന്നാണ് പറയുന്നത്. എക്സാമ്പിൾ വാർഡ് ക്ലേ ആണ്. പിന്നെ സീ വാട്ടർ കാരണമാണെങ്കിൽ അതിനെ നമ്മൾ എന്താണ് പറയുന്നത്? മറൈൻ സോയിലാണ്. എക്സാമ്പിൾ മോളാണ്. പിന്നെ നമ്മുടെ റിവർ വാട്ടർ കാരണമാണെങ്കിൽ അതിനെ അലൂവിയൽ സോയിൽ എന്നാണ് പറയുന്നത്. ഇത്രയൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, പല പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്, നോട്ട് ചെയ്ത് പഠിക്കുക. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, earth thrust on a wall due to at rest condition is option A greater than active thrust as well as passive thrust, greater than active thrust and less than passive thrust, less than active thrust as well as passive thrust, less than active thrust and greater than passive thrust. അപ്പോൾ at rest കണ്ടീഷനിലുള്ളതാണ്. നമുക്ക് 3 കണ്ടീഷൻസ് ഉണ്ട്. ആക്റ്റീവ് എർത്ത് പ്രഷർ ഉണ്ട്, at rest കണ്ടീഷനിലുള്ള എർത്ത് പ്രഷർ ഉണ്ട്, അതുപോലെ പാസീവ് എർത്ത് പ്രഷറും ഉണ്ട്. അപ്പം നമ്മളോട് ചോദിച്ചിരിക്കുന്നത് at rest കണ്ടീഷനിലുള്ള എർത്തിൻ്റെ പ്രഷർ എന്ന് പറയുന്നത് എന്താണ്? അതായത് നമുക്ക് ഗ്രേറ്റർ ദാൻ ആക്റ്റീവ് ത്രസ്റ്റ് ആണോ, അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ പാസീവ് ത്രസ്റ്റ് ആണോ, ലെസ് ദാൻ, ഏതാണ് കണ്ടീഷൻ എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പം നമ്മൾ നോക്കേണ്ട കാര്യം, നമ്മുടെ പാസീവ്, ഇപ്പം കോഎഫിഷ്യൻ്റ് ഓഫ് ആക്റ്റീവ് എർത്ത് പ്രഷർ, ഓരോന്നിനും കോഎഫിഷ്യൻസും ഉണ്ട്, പ്രഷറും ഉണ്ട്. ഇപ്പോൾ പ്രഷർ നോക്കുകയാണെങ്കിൽ പാസീവ് പ്രഷറാണ് എന്തെന്ന് പറയുന്നത് ഏറ്റവും കൂടുതലെന്ന് പറയുന്നത്. പിന്നുള്ളത് അറ്റ് റെസ്റ്റിലുള്ള പ്രഷറായിരിക്കും. ഏറ്റവും കുറവെന്ന് പറയുന്നത് ആക്റ്റീവ് എർത്ത് പ്രഷർ ആയിരിക്കും. ഇതുപോലെ തന്നെയാണ് ഇതിൻ്റെ കോഎഫിഷ്യൻസ് പറയുന്നതും. കോഎഫിഷ്യൻ്റ് ഓഫ് പാസീവ് എർത്ത് പ്രഷറാണ് ഏറ്റവും കൂടുതൽ. പിന്നുള്ളത് കോഎഫിഷ്യൻ്റ് ഓഫ് എർത്ത് പ്രഷർ അറ്റ് റെസ്റ്റ് ആയിരിക്കും. പിന്നുള്ളത് കോഎഫിഷ്യന്റ് ഓഫ് ആക്റ്റീവ് എർത്ത് പ്രഷർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു കണ്ടീഷൻ വെച്ചിട്ട് നമുക്ക് ഇതിനെ ആൻസർ ചെയ്യാൻ പറ്റും. നമ്മളോട് ചോദിച്ചിരിക്കുന്ന അഡ്രസ് കണ്ടീഷൻ ആണ്. അഡ്രസ് കണ്ടീഷൻ എന്ന് പറയുന്നത് എന്താണ്? നടുക്കുള്ളതാണ്, അല്ലെ, ഇന്റർമീഡിയറ്റ് ആയിട്ടുള്ളതാണ്. അത് പാസീവ് എർത്ത് പ്രഷറിനേക്കാൾ കുറവുമാണ്, ആക്റ്റീവ് എർത്ത് പ്രഷറിനേക്കാൾ കൂടുതലുമാണ്. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ എന്ന് നോക്കാം നമുക്ക്. ഗ്രേറ്റർ ദാൻ ആക്റ്റീവ് ത്രസ്റ്റ് ആസ് വെൽ ആസ് പാസീവ് ത്രസ്റ്റ്, അതല്ല, ഈ ഓപ്ഷൻ അല്ല. പിന്നെ ഗ്രേറ്റർ ദാൻ ആക്റ്റീവ് ത്രസ്റ്റ് ആൻഡ് ലെസ് ദാൻ പാസീവ് ത്രസ്റ്റ്, ഈ ഓപ്ഷൻ അല്ലേ? കറക്റ്റ് അല്ലേ ഇത്? അതായത് പാസീവ് ആക്റ്റീവ് ത്രസ്റ്റിനേക്കാൾ കൂടുതലാണ്, പാസീവ് ത്രസ്റ്റിനേക്കാൾ കുറവാണ്. അപ്പോൾ ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ ബി ആണ്. നോക്കാം. ആൻസർ ഓപ്ഷൻ ബി ആണ്. ഇതിനകത്ത് ഇനി നമുക്ക് നോട്ട് ചെയ്യാനുള്ളത് ഈ 3ൻ്റെയും ഇക്വേഷൻ കൂടെ നോട്ട് ചെയ്ത് വെക്കുക. അതായത് കോഎഫിഷ്യന്റ് ഓഫ് എർത്ത് പ്രഷർ അറ്റ് റെസ്റ്റ്, കോഎഫിഷ്യന്റ് ഓഫ് എർത്ത് പ്രഷർ അറ്റ് റെസ്റ്റ് കെ നോട്ട് എന്ന് പറയുമ്പോഴത്തേക്കും μ/1 - μ ആണ്. പാസീവ് എർത്ത് പ്രഷറിൻ്റെത് KP ആണ് വരുന്നത് എങ്കിൽ 1 + sin⁵/1 - sin⁵ ആണ്. പിന്നെ ആക്റ്റീവ് എർത്ത് പ്രഷർ ആണെങ്കിലോ KA എന്ന് പറയുന്നത് എന്താണ്? 1 - sin⁵/1 + sin⁵ ആണ്. ഓക്കെ, ഇതാണ് 3 ഇക്വേഷൻസ് വരുന്നത്. കോഎഫിഷ്യന്റ് ഓഫ് എർത്ത് പ്രഷർ റെസ്റ്റ് ആണെങ്കിൽ μ/1 - μ ആയിരിക്കും. കോഎഫിഷ്യന്റ് ഓഫ് എർത്ത് പ്രഷർ പാസീവ് എർത്ത് പ്രഷർ ആണെന്നുണ്ടെങ്കിൽ 1 + sin⁵/1 - sin⁵ ആണ്. പിന്നെ ആക്റ്റീവ് ആണ് വരുന്നതെങ്കിൽ 1 - sin⁵/1 + sin⁵. ബേസിക് ആയിട്ടുള്ള ഇക്വേഷൻ ആണ്, അതും കൂടെ നോട്ട് ചെയ്ത് വെക്കുക.
അപ്പം ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തേക്കുന്നത്. ഈ ക്വസ്റ്റ്യൻസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ബാക്കി വേറെ സബ്ജക്ട്സും വേറെ ക്വസ്റ്റ്യൻസും ആയിട്ട് വേറൊരു വീഡിയോയിൽ കാണാം. താങ്ക്